അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇറച്ചിച്ചോറാണ്. ഇറച്ചിച്ചോറ് സൺഫ്ലവർ ഓയിലും ആണെങ്കിലും ഉണ്ടാക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം. ഇതിനകത്ത് ഞാൻ ബിരിയാണിക്കൊക്കെ ഇടുന്ന വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന ഗരം മസാല ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നാൽ ഇൻഗ്രീഡിയൻസ് കാണാം. 1 ഗ്ലാസ് മട്ട അരി കൊണ്ടുണ്ടാക്കിയ ചോറ്, 6 ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചത്, കറിവേപ്പില, ഗരം മസാല പൗഡർ, മഞ്ഞൾപ്പൊടി, ഒരു വലിയ സവാള ചെറുതായി മുറിച്ചത്, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി 8 അല്ലി, പച്ചമുളക്, മുളക് പൊടി, വെളിച്ചെണ്ണ, ഒരു വലിയ തക്കാളി ചെറുതായി മുറിച്ചത്, ഉപ്പ്, 2 ബേ ലീഫ്, 2 സ്റ്റാർ, പട്ട, 3 ഏലക്കായ, 3 കറാമ്പ്, 1/2 കിലോ ചിക്കൻ. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൽ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഒരു കുക്കർ എടുത്തിട്ട് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടാവുമ്പോൾ ഇതിൽ പട്ട, കറാമ്പ്, ഏലക്കായ, ബേ ലീഫ്, സ്റ്റാറും ഒക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ച സവാള ഇട്ട് വഴറ്റുക. സവാള ലൈറ്റ് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഇതിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഇട്ട് അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി നന്നായിട്ട് വേവിക്കുക. തക്കാളി വെന്ത ശേഷം 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇട്ട് ലോ ഫ്ലെയിമിൽ മസാല വഴറ്റിയെടുക്കുക. അതിനുശേഷം ചിക്കൻ കുക്കറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഈ ചിക്കനിൽ തന്നെ ചോറ് ആഡ് ചെയ്യുകയാണ്. നല്ല വേവുള്ള അരിയുടെ ചോറാണിത്. 4 വിസിലൊക്കെ വന്നാലേ ഈ അരി വേവത്തുള്ളൂ. അപ്പോൾ ഞാൻ പകുതി വേവിൽ മാറ്റി ഫ്രൈ ആക്കി എടുക്കുക. പെട്ടെന്ന് അടിഞ്ഞു പോകുന്ന ചോറാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ചോറ് ചിക്കൻ്റെ കൂടെ ഇട്ട് വേവിക്കാൻ പാടില്ല.
ചിക്കൻ വേവിച്ചതിന് ശേഷം ചോറ് ആഡ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇറച്ചിച്ചോറ് റെഡിയായി. താങ്ക്സ് ഫോർ വാച്ചിങ്.